കാട്ടിൽ നിന്ന് ചാടി വന്ന ആ രാക്ഷസ തവളയെ കണ്ടപ്പോൾ ബസ്സിലുള്ള എല്ലാവരും പേടിച്ചങ്ങനെ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവരോട് ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ രാക്ഷസ തവളയ്ക്ക് ചലിക്കുന്നവയെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അയാൾ അവരോട് പറയുകയാണ്. എല്ലാവരും പേടിച്ച് വിറച്ച് ശബ്ദമുണ്ടാക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് കൂട്ടത്തിലുള്ള ഒരാൾ അറിയാതെ തുമ്മിപ്പോവുകയാണ്. അത് കേട്ട് ആ രാക്ഷസ തവള ആ ബസ് അങ്ങനെ കുലുക്കി മറിക്കാൻ തുടങ്ങും. എന്നാൽ ഇതേ സമയം ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് അതിലും വലിയ മറ്റൊരു ജീവി ആ തവളയെ പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിഞ്ഞു. നോക്കുമ്പോൾ ഒരു വലിയ പാമ്പിന്റെ വലിയൊരു വാൽ ആ ബസ്സിനരികിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതാണ് അവർ കാണുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാമ്പ് ബസ്സിനെ വരിഞ്ഞു മുറുക്കി അങ്ങനെ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. ആ ബസ് വിഴുങ്ങാനായി വായും പൊളിച്ചെത്തിയ ആ പാമ്പിനെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് മറ്റേതോ ജീവിയുടെ വിചിത്രമായ ഒരു അലർച്ച കേട്ട് ആ പാമ്പ് ബസ് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് എവിടേക്കോ ഇഴഞ്ഞുപോയി.